ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാടാ. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഒതുക്കി ആ CI മഹാദേവനെ. ഇപ്പൊ ചൊറിയും കുത്തിക്കൊണ്ട് വീട്ടിലിരിക്കും. അവന് എങ്ങനെയുണ്ട് വില കളക്ഷൻ? ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്റർ ഹൗസ്ഫുൾ. ഒറ്റയടിക്ക് 12 വേഴ്സല്ലേ ഈ പോകുന്നത്. 12 വേഴ്സ്? എനിക്ക് അറിഞ്ഞൂടെ നീ മിടുക്കനാണെന്ന്. ഈശ്വര. ഗോപി നിന്റെയോ? അമ്മനത് പൊട്ടിച്ചടിക്കും. ഞാനിന്ന് കോടീശ്വരനാ. അതെനിക്ക് അറിഞ്ഞൂടെ. 200 രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റ് പോണോന്ന് കേട്ടു. ഇന്ന് നമുക്ക് പെരുന്നാളാക്കണം. നോക്കിയേ, ലോക്കപ്പൊക്കെ ഞാൻ തന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ആഗസ്റ്റിനായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് അവൻ വഞ്ചിനാട് എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട്. 2 സൂട്ട് കേസെങ്കിലും അടിച്ചു മാറ്റായിരിക്കില്ല. ഹലോ, എന്താണ് കുമ്പാരി? സോറി സാർ, സൽകുന്നാണ് സാർ. സാർ, കരിമ്പുലിയോ? ഒരു ഫിലിം പുലിയുടെ ചീട്ട് കീറിച്ചതേ ഉള്ളൂ. ഇപ്പതേ കരിമ്പുലി. കരിമ്പുലി, 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 കരിമ്പുലി. സാർ, ഡിവൈഎസ്പി ബോംബെ അന്തേരി സൂപ്പർ മാർക്കറ്റിൽ ചോട്ടാരാജനെയും കോഴിക്കോട് ആലുവ ബസാറിലിട്ട് ഒറ്റക്കണ്ണൻ നന്ദുനെയും തിരുവനന്തപുരം ചാലയിലിട്ട് റവഡി രാമിനെ ജീപ്പിൽ കയറ്റിയവരാണ് ഈ കരിമ്പുലി. ആരുടെ? സാർ, ഡിവൈഎസ്പി. എല്ലാ തീവ്രവാദികളെയും എണ്ണി എണ്ണി ലോഡ് കണക്കിന് നടക്കും ഞാൻ. ഈ കരിമ്പുലി റേഞ്ചിൽ ഒരു കരിയില പോലെ ഇറങ്ങാൻ സമ്മതിക്കില്ല ഞാൻ. ലോക്കപ്പിൽ എത്ര പ്രതികളുണ്ട്? 7 പേരുണ്ട്. ഇവിടുത്തെ കള്ളന്മാർ റവഡികളും പോക്കറ്റ് ഇടുകാരും തീർത്ഥാടനത്തിന് പോയോ? അവരെല്ലാവരും തിരിച്ചു. തീവ്രവാദികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കിട്ടണം. എന്റെ കൈകൾ ഇത് ആരിവിടെ കൊണ്ടുവച്ച? ഞാനല്ല സാർ. അല്ല സാറേ, അത് പിന്നെ സാർ. ഇതെന്താണോ? ഞാനാ. ഇതോ? ചിത്രഭൂമി. വെള്ളി നക്ഷത്രം ഉണ്ട് സാർ. ഇതെന്താണോ? വായനശാലയിലെ പെട്ടികളോ? സാർ, ഡിവൈഎസ്പി. ഇതെല്ലാം മഹാദേവൻ സാറിന്റെ ഫയലുകളാണ്. CI മഹാദേവൻ. അവന്റെ നട്ടലൊടിച്ചിട്ട് കരിമ്പുലിക്ക് വിശ്രമമുള്ളൂ. വർഷങ്ങളായിട്ടുള്ള പ്രതികാരമാണ്. ഇനി അവന്റെ അവസാനമാ. എടാ മഹാദേവ, ഞാൻ എത്തിക്കഴിഞ്ഞു. നിന്റെ കാലൻ കരിമ്പുലി ഒരടി മുന്നോട്ട് വെച്ചാൽ 100 അടി കടന്നിരിക്കും. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. എന്നോടല്ല. യെസ് സർ. നമസ്കാരം സാർ. ആരാടോ? അയ്യോ, വലിയ അബ്കാരി കോൺട്രാക്ടറാ. കൊളപ്പുള്ളി കറിയാച്ച. ഇവിടെ ആര് വന്നാലും ആദ്യത്തെ സമ്മാനം എന്റേതായിരിക്കും. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ കൊളപ്പുള്ളി കറിയാച്ചനൊന്ന് ഫോൺ ചെയ്താൽ മതി. എന്താടോ? പോർനാ. എണീക്കടോ. പിന്നെ നിന്റെ അപ്പം കൊണ്ടുവരാ. ഞാനിപ്പോ കൊണ്ടുവരാ. അപ്പൊ സാറതിന്റെ ആളാണല്ലേ? ഈ പീസ ഏതാടോ? എന്റെ ഭാര്യ. അല്ല, എന്റെ ഭാര്യ അല്ല എന്ന് പറയാൻ വരികയായിരുന്നു. എന്താണ് നിന്റെ പേര്? ശോശാമ്മ. അറിയാം. പരാതിയിലുണ്ടായിരുന്നു. എന്താ നിന്റെ പരിധി? അല്ല, പരാതി. എന്റെ ഭർത്താവ് പോയി. എവിടെ പോയി? കടലിൽ പോയി. തട്ടിപ്പോയോ? അല്ല സാറേ, 2 ദിവസമായി കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. മീൻ പിടിക്കാൻ പോയതാണല്ലേ? 2 ദിവസം കൂടി പച്ചക്കറി കഴിക്കൂ. പോയിക്കോ. എടീ, മഹാദേവനും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയാമോ? ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ? ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ പേജർ വാണിഭത്തെ കുറിച്ച് നിനക്കറിയാമോ? മഹാദേവന്റെ പേജർ ഉണ്ടോ? ഉണ്ടാകും. ഉണ്ടാവും ഉണ്ടാവും. ഹലോ, തേവര വരെ ഒന്ന് പോണം. ശരി. സാറ് ഞാൻ എവിടേക്ക് അന്വേഷിച്ചറിയാമോ? സാറിന് എങ്ങോട്ട് പോണേണ്? ഞാൻ DSP ഒന്ന് കാണാൻ പോണു. ഇങ്ങനെ ഇറങ്ങേ. എന്താണ്? ഇങ്ങാട് ഇറങ്ങാൻ. എന്താണ്? ഒരു കാര്യം അറിഞ്ഞ? എന്താണ്? ആ കരിമ്പുലി ആന്റണി ചാർജ് എടുത്തു. അതെ, കരിമ്പുലി ആന്റണി. അതിനിപ്പോ എന്താണെന്ന് അവന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞ? എന്താണ്? വരുവോ? ഇങ്ങാട് കാശ്. ചേട്ടാ, ഇവരെ കെട്ടിക്കൊണ്ടോ? കെട്ടി അങ്ങോട്ട് തരും. എന്താടാ? കരിമ്പുലി,
മഹാദേവ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇവിടുത്തെ റേഷൻ കടയിൽ കണക്കെഴുതാൻ വന്ന ആളല്ല. പ്രതികളെ പിടിക്കാനും ലോക്കപ്പിലാക്കാനും കല്ലിടാങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടറായി കരിമ്പുലി ആനിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കുളക്കടവിൽ, പള്ളിക്കൂടത്തിൽ, അണ്ടിപ്പിള്ളിക്കാവ് ലക്ഷ്മി തിയേറ്ററിൽ റിലീസിംഗ് പടത്തിന് ടിക്കറ്റ് എടുക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ, ഇപ്പോൾ ഇവിടെയും നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമ്മതിക്കില്ല ഞാൻ. വേണ്ടി വന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്ന് എനിക്ക് അവസാനിപ്പിക്കാം. പോലീസുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു, അല്ലെങ്കിൽ തീവ്രവാദികളുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു. That's all. എടാ ആന്റപ്പ, ഓരോ കാലത്തും ഓരോരുത്തരെ തോൽപ്പിക്കാൻ ഓരോരുത്തർ അവതാരമെടുക്കും. കരിമ്പുലി എന്ന നിന്നെ തോൽപ്പിക്കാൻ അവതാരമെടുത്തവനാണ് ഞാൻ. നീ നോക്കിക്കോ, തൊപ്പിയില്ലാതെ തന്നെ ഞാൻ ഈ കേസ് തെളിയിക്കും. ഈ കല്ലിടാകുന്നിൽ വീണ്ടും CI ആയി ചാർജ് എടുക്കും. നിന്നെ നിന്റെ പഴയ ആദിവാസി കേന്ദ്രമായ ആനമയക്ക് കുന്നിലേക്ക് പായിക്കും. That's all. ഇതവന്മാര് തന്നെയാ, മഹാദേവനും ദാസപ്പനും. ഇവന്മാര് നിന്നെ കിണറ്റിലിറങ്ങണേ ചിലപ്പം വെള്ളം കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ജോലി പോയ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാനായിരിക്കും. മുഖം മൂടിയിട്ട് ആരിൽ ആത്മഹത്യ ഇടൂ. ഇതൊന്നല്ല, ഇതൊരു അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിലൂടെ ഇറങ്ങിയാണ് അവൻ പല കേസുകളും തെളിയിക്കുന്നെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഇത് തന്നെ സന്ദർഭം. ഒന്നെങ്കിൽ അവൻ തീവ്രവാദികളുമായി ഏറ്റുമുട്ടലിൽ മരിച്ചു, അല്ലെങ്കിൽ ജോലി പോയ അപമാനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. രണ്ടിലേതായാലും നാളത്തെ സുപ്രഭാതം എന്റേതാണ്. സാറേ, ഏതോ മുഖംമൂടികൾ കിണറ്റിലിറങ്ങുന്നു. അവന്മാരെ തോക്കിട്ട് കയറിക്കോ. അനങ്ങി പോരുതേ. സാറിന് പഠിച്ചില്ലട്ടോ. തൊപ്പി മാത്രമേ തെറിച്ചിട്ടുള്ളൂ ദാസപ്പ. മോനെ സോപ്പും തോർത്തും കൊണ്ടുവന്നുണ്ടോ കുളിപ്പിക്കാനായിട്ട്? കൊണ്ടുവന്നിട്ടുണ്ടാ? താങ്ക് യു. അങ്ങോട്ട് കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക് യു സാർ. 2 തീവ്രവാദികൾ നിങ്ങൾ പിടിച്ചെന്ന് ഞാൻ പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാർ. ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തല്ല. ഇത് നിസ്സാര കാര്യമല്ല മഹാദേവൻ. ആ ദയവേത് എല്ലാരും ഒന്ന് മാറിയെന്ന്. ഞാനും സാർ ഇത്തിരി ഫ്രഷ് എയർ കൊള്ളട്ടെ. നിങ്ങൾ ഇപ്പോൾ 4 പേരെ പിടിച്ചു കഴിഞ്ഞു. ആ കൊടുങ്കാട്ടിൽ വെച്ച് ദ്വന്ദ്വയുദ്ധത്തിൽ ഒരുത്തനെയും ചൂണ്ടിയ തോക്കിന് നേരെ മാറി വിരിച്ചു ചെന്ന് രണ്ടാമനെയും, ഇപ്പോഴിതാ 3ഉം 4ഉം. 1ഉം 2ഉം പോട്ടെ, ഈ 3ഉം 4ന്റെയും കാര്യം എടുക്ക്. 6 തെങ്ങിന്റെ താഴ്ചയുള്ള ആ കിണറ്റിലേക്ക് തവളപ്പത്തല് ചാടണമല്ലോ ഒരു ചാട്ടം. ആര്? സാറ്. മറന്നു 1 2 3 പോയ പോലെ തന്നെ ഈ സാറ് ഈ 2 ലഗേജിനെ കയ്യിൽ പിടിച്ചോണ്ട് ഒരു വരവ്. ഒരു തുള്ളി വെള്ളം ഈ ശരീരത്തില്. നോക്കിയ വെള്ളം വേണം. അല്ല, രോമാഞ്ചം. സാറാ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുന്നവന്മാരെ വിളിച്ചിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ. ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞോ, അവരിപ്പം വരും. ഈ ഒരു സംഭവം വെച്ച് നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ശുപാർശ ചെയ്യും. വേണ്ട സാർ, ഇനിയും കുറച്ച് ജോലി ബാലൻസ് ഉണ്ട്. അപ്പൊ എന്നെ പട്ടിണി കിട്ടി കൊല്ലാനുള്ള പരിപാടിയാണ്. Yes. എന്റെ കയ്യിൽ 10 പൈസയില്ല. Yes. ദേ 2 ശവം കൊണ്ട് എടുത്തോ. ആന്റണി, വലിയ ബഹളമൊന്നും വേണ്ട. ഇവരെ പിടിച്ചോണ്ടോ. നോക്കി നിൽക്കാൻ അയച്ചോണ്ട് പോടോ. സാർ, കരിമ്പുലി, ഒരു ധൈര്യത്തിന് ഞാനും വരട്ടെ. എടുത്തിട്ട് പോമാഷേ. ഡോക്ടർ ഉണ്ടോ അവിടെ? എന്താ അസുഖം? എന്റെ അസുഖം നിനക്ക് അറിയണോടാ? എങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. എന്താ ഇത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആരാ? എന്നെ പറ്റി നിന്റെ ഭർത്താവ് പറഞ്ഞു കാണുള്ളോ?
മിസ്റ്റർ മൈൻഡ് യുവർ വേർഡ്സ്. സി ഐ കരിമ്പുലി ആന്റണിയെ മര്യാദ പഠിപ്പിക്കുന്നോ? നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞേക്ക് ആന്റണി പുലിയാണെന്ന്, മുറിവേറ്റ പുലി. അവൻ എന്തിനാണ് വീട് വാടകയ്ക്ക് എടുത്തെന്നും എന്താണ് അവിടെ നടക്കുന്നത് എനിക്കറിയാം. ഭർത്താവിന്റെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ അവനോട് പറഞ്ഞേക്ക് 24 മണിക്കൂറിനകം ഇവിടെ വിട്ടുപോക്കോളാൻ. ഇല്ലെങ്കിൽ ചിലപ്പോ അവന്റെ ഡെഡ് ബോഡി പോലും തിരിച്ചു കിട്ടില്ല. കരിമ്പുലി ആന്റണിയെ പറയണേ, മനസ്സിലായടി മഹാദേവന്റെ മോളെ. സാറിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അങ്ങേരോട് തീർക്കണം. അല്ലാതെ പെണ്ണുങ്ങളോട് വീട് കാണിക്കാൻ നമ്മൾ ആണുങ്ങൾക്ക് ചേർന്നതല്ല, ഒരുക്കി തന്നതാ. ഈ മാറി നിക്കടേ. താങ്ക്സ്. ഞാൻ യൂണിഫോമിലായിപ്പോയി, അല്ലെങ്കിൽ അവനെ ഇന്ന് ഞാൻ ഇയാളാണോ പുതിയ സി ഐ? അതെ, പക്ഷെ ഇയാൾ അങ്ങനെ പകലിറങ്ങി നടക്കുന്നു. അതെന്താ? അയ്യോ, അയാൾ പുലിയല്ലേ? നാരായണ, ഓ താൻ ഈ വിവരം മഹേട്ടനോട് പറയണം. അയ്യോ അയ്യോ, എന്റെ പൊന്നി ചേച്ചി, വലിയ മുതലാളി അറിഞ്ഞാൽ കൊന്നുകളയും. സാർ ഈ പരിസരത്താകെ വന്നാ എന്നോട് പറയാനാ പറഞ്ഞേക്കണേ. അല്ല അയ്യോ നാരായണ, എന്റെ പൊന്നി ചേച്ചി, ഞാൻ കുറച്ചു കാലം കൂടി വളയൊന്ന് പിടിച്ചോട്ടെ.